നമസ്കാരം. അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത മഹാമണ്ഡലത്തിന്റെ ആഭിമുഖ്യത്തിൽ 113ാമത് ഹിന്ദുമത പരിഷത്ത് ഇന്ന് പമ്പ മണൽപ്പുറത്ത് ശ്രീ വിദ്യാധിരാജ നഗറിൽ ആരംഭിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. കൊല്ലം പത്മന ആശ്രമത്തിൽ നിന്നുള്ള വിദ്യാധിരാജ ജ്യോതിയും എഴുമറ്റൂർ ശ്രീ പരമഭട്ടാരക ആശ്രമത്തിൽ നിന്നുള്ള ഛായാചിത്രവും അയിരൂർ പുതിയ കാവിൽ നിന്നുള്ള പതാകയും വഹിച്ചുള്ള ഘോഷയാത്രകളും സദാനന്ദപുരം അവധൂതാശ്രമത്തിൽ നിന്നും എത്തുന്ന പദയാത്രയും സ്മൃതി മണ്ഡപത്തിൽ ഇന്ന് രാവിലെ 11-ന് എത്തിച്ചേരും. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി ശ്രീ വിദ്യാധിരാജ നഗറിലേക്ക് സ്വീകരിച്ചാനയിക്കും. തുടർന്ന് വേദിയിൽ ഭദ്രദീപം തെളിയിച്ച് ഛായാചിത്ര പ്രതിഷ്ഠ നടത്തി പ്രസിഡന്റ് PS നായർ പതാക ഉയർത്തുന്നതോടെ പരിഷത്തിന് തുടക്കമാകും. വൈകിട്ട് 4-ന് പെരുംകുളം ചെങ്കോൽ ആധീനം സ്വാമി ശിവപ്രകാശ മഹാസന്നിധിയുടെ സാന്നിധ്യത്തിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ഹിന്ദുമത പരിഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. മഹാമണ്ഡലം പ്രസിഡന്റ് PS നായർ അധ്യക്ഷത വഹിക്കും. വാഴൂർ തീർത്ഥപാദാശ്രമ മഠാധിപതി സ്വാമി പ്രജ്ഞാനന്ദ തീർത്ഥപാദർ, സദാനന്ദപുരം അവധൂതാശ്രമ മഠാധിപതി സ്വാമി ചിദാനന്ദ ഭാരതി എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തും. മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ ആമുഖ പ്രഭാഷണവും പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ എന്നിവർ മുഖ്യപ്രഭാഷണവും നിർവഹിക്കും. രാത്രി 7:30-ന് മീനങ്ങാടി നരനാരായണ അദ്വൈതാശ്രമം മഠാധിപതി സ്വാമി ഹംസാനന്ദപുരി പ്രഭാഷണം നടത്തും. ഹിന്ദുമത പരിഷത്ത് സമ്മേളനവേദിയിൽ സ്ഥാപിക്കുവാനുള്ള ശ്രീ വിദ്യാധിരാജ സ്വാമികളുടെ ഛായാചിത്രം എഴുമറ്റൂർ പരമഭട്ടാരാശ്രമത്തിൽ വാഴൂർ തീർത്ഥപാദാശ്രമം സെക്രട്ടറി സ്വാമി ഗരുഡാധ്വജനന്ദ തീർത്ഥപാദകരിൽ നിന്നും ഹിന്ദുമത മഹാമണ്ഡലം പ്രസിഡന്റ് PS നായർ, ഛായാചിത്ര ഘോഷയാത്ര കമ്മിറ്റി ജനറൽ കൺവീനർമാരായ അഡ്വക്കേറ്റ് പ്രകാശ് ചരളേൽ, അഡ്വക്കേറ്റ് K ജയവർമ്മ എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി. സ്വാമി ബോധാനന്ദ തീർത്ഥപാദർ, ഗോപാൽ K നായർ, S രവീന്ദ്രൻ, ഹിന്ദുമത മഹാമണ്ഡലം ജനറൽ സെക്രട്ടറി AR വിക്രമൻ പിള്ള, വൈസ് പ്രസിഡന്റുമാരായ മാലേത്ത് സരളാദേവി, K ഹരിദാസ്, KK ഗോപിനാഥ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഘോഷയാത്ര പ്രയാണം ആദ്യ ദിവസം റാന്നിയിൽ സമാപിച്ചു. അതേസമയം തിരുവല്ല തിരുമൂലപുരത്ത് നിന്ന് 2ാം ദിവസത്തെ പര്യടനം ആരംഭിച്ച ജ്യോതി പ്രയാണം വൈകിട്ട് കിടങ്ങൂരിൽ എത്തിച്ചേർന്നിരുന്നു. വിജയാനന്ദ ആശ്രമത്തിൽ 2ാം ദിവസം സമാപന സമ്മേളനത്തിൽ MA കബീർ പ്രഭാഷണം നടത്തി. ഇന്നലെ രാവിലെ 6:30-ന് കിടങ്ങന്നൂരിൽ 3ാം ദിവസ പര്യടനം മാതാജി കൃഷ്ണാനന്ദ പൂർണിമാമായി ഉദ്ഘാടനം ചെയ്തു. ഇന്ന് രാവിലെ 4ാം ദിവസ പര്യടനം മഹാമണ്ഡലം പ്രസിഡന്റ് PS നായർ നെടുംപ്രയാർ തേവലശ്ശേരി ദേവീക്ഷേത്രത്തിൽ ഉദ്ഘാടനം ചെയ്യും. കൊട്ടാരക്കര സദാനന്ദപുരം അവധൂത ആശ്രമത്തിൽ നിന്നും ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിലേക്ക് ആരംഭിച്ച പദയാത്ര RSS ദക്ഷിണ ക്ഷേത്രീയ കാര്യവാഹക് M രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന സഭയ്ക്ക് KPMS സംസ്ഥാന ട്രഷറർ G സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സ്വാമി സദാനന്ദയുടെ പ്രതിമയോട് കൂടിയ രഥത്തിൽ അവധൂതാശ്രമം മഠാധിപതി സ്വാമി ചിദാനന്ദ ദീപ പ്രോജ്വലനം നടത്തിയതോടുകൂടി പദയാത്ര ആരംഭിച്ചു. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം, പള്ളിക്കൽ ദേവീക്ഷേത്രം, മൈലം ദേവീക്ഷേത്രം, താമരക്കുടി മഹാദേവർ ക്ഷേത്രം, പട്ടാഴി ദേവീക്ഷേത്രം തുടങ്ങിയ പുണ്യസ്ഥാനങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി ഏനാത്ത് മഹാദേവർ ക്ഷേത്രം വഴി പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിച്ചു. ഇന്ന് 2-ന് ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിൽ എത്തിച്ചേരും. കേരളത്തിൽ പത്തനംതിട്ട ജില്ലയിൽ അയിരൂർ ചെറുകോൽപ്പുഴയിൽ വർഷാവർഷം നടന്നു വരുന്ന ഹിന്ദുമത പരിഷത്ത്, ഹിന്ദുമത മഹാമണ്ഡലത്തിൻ്റെ അധീനതയിൽ നടക്കുന്ന ഹിന്ദുമത പരിഷത്ത് ഈ വർഷം 113ാമത് പരിഷത്താണ് നടക്കുന്നത്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഈ വർഷം പങ്കെടുക്കുന്ന അതിപ്രഗത്ഭര് ഏതാണ്ട് 3 ഗവർണർമാർ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നു എന്നുള്ള പ്രാധാന്യം, കൂടാതെ RSSന്റെ മുഖ്യ ആളായിട്ടുള്ള ഡോക്ടർ മോഹൻ ഭാഗവത് ജി, കൂടാതെ കേരളത്തിലെ 4-5 മന്ത്രിമാർ, ബഹുമാന്യരായ മന്ത്രിമാർ, ബഹുമാന്യനായ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർജി, കേന്ദ്രത്തിൽ നിന്ന് ഏതാണ്ട് 2-ൽ കൂടുതൽ മന്ത്രിമാർ വരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കേരളത്തിലെ സന്യാസി ശ്രേഷ്ഠരും കേരളത്തിന് പുറത്തുള്ള, ഇന്ത്യക്ക് പുറത്തുള്ള സന്യാസി ശ്രേഷ്ഠരും ഈ വർഷം ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുള്ള കാര്യം പറയുകയാണ്. എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. കേരള ഗവൺമെൻറ്റിൻ്റെ സഹകരണത്തോടെ വളരെ നേരത്തെ തന്നെ കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ, നമുക്ക് ഇവിടുത്തെ പ്രവർത്തികൾ പൂർത്തീകരിക്കാൻ സാധിച്ചു. PWD, ഇലക്ട്രിസിറ്റി ബോർഡ്, പോലീസ്, മറ്റ് ഫയർഫോഴ്സ് അടക്കമുള്ള, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻ്റ് അടക്കമുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, എന്നാൽ 28ഓളം ഡിപ്പാർട്ട്മെൻറ്റുകൾ
അവരുടെ പരിപാടികളെല്ലാം ടൈം ബൗണ്ടായിട്ട് പൂർത്തീകരിച്ചു തന്നു എന്നുള്ള വസ്തുത കൂടി ഇതിൽ അറിയിക്കേണ്ടതുണ്ട്.